إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا قاضي عياض رضي الله عنه جميع مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അലാ ബിദിക്രില്ലാഹി ഐ ബിദിക്രി റസൂലില്ലാഹി എന്നാണ് മുദാഫിനെ സങ്കല്പിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബിദിക്രില്ല എന്നതുകൊണ്ട് ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ്. അള്ളാഹുവിന്റെ ദിക്ർ തന്നെയാണ് റസൂലുള്ളാഹിന്റെ ദിക്ർ എന്നായിരിക്കും എന്നെല്ലാം അവിടെ അവല തഖ്ദീരി മുദാഫിൻ അലാ ബിദിക്രില്ലാഹി എന്ന് വെച്ചാൽ ബിദിക്രി റസൂലില്ലാഹി എന്നാണ്. അത് അങ്ങനെ നമ്മളെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ പിള്ളേരെങ്ങനെ നമ്മളെ എന്താക്കും? അത് ഉസ്താദ് വെറുതെ പറയുന്നതായിരിക്കും. വെറുതെ പറയുന്നതല്ല, അങ്ങനെ നമുക്ക് വെക്കാൻ പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ വെക്കുന്നതിന് തരാറില്ലല്ലോ. ബിദിക്രി റഹ്മത്തി റബ്ബിക്കാന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, തങ്ങളുടെ റബ്ബിന്റെ റഹ്മത്തിനെ ഓർക്കുക അങ്ങനല്ലേ. ഇന്ന് ഈ ദിക്റുള്ള എന്നതുകൊണ്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തത്മഇന്നുൽ ഖുലൂബ് ഖാല ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി റളിയല്ലാഹു അൻഹും. എന്താ, അല്ലെങ്കിൽ റസൂലുള്ളയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സബബായി വന്നത്. ആ അടിസ്ഥാനത്തിൽ അങ്ങനെയും പറയാം. എന്തായാലും മജ്ദൂബീങ്ങളായ മനുഷ്യന്മാരിങ്ങനെ പലതും പറഞ്ഞിരിക്കണമെന്ന് പറയാം. വേണോ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളാം. നമ്മൾ സാധാരണ പോകുന്നതൊക്കെ അങ്ങോട്ട് പോവുക, അള്ളാഹിന്റെ ദിക്റെന്ന് വെക്കുക. നമുക്കിവിടെ തരാറൊന്നുമില്ല, എങ്ങനെയും വെക്കുന്നതിൽ തരാറില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മൊയ്ലാർ പറഞ്ഞ് നമ്മൾ എതിർക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞതിന്റെ അൽഹാസിൽ എന്താ, ഖാലൽ മുജാഹിദ് ഖാല മുജാഹിദ് വൻ മുജാഹിദിൻ, മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് പറഞ്ഞത്. ഒരു കിബാറു താബിഈങ്ങളാണ്. അവരൊക്കെ പറഞ്ഞ അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരുന്നോളി, നമുക്ക് ധാരാളമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇഷ്ടുമൂത്ത് പറയുന്നവരുണ്ട് പലരും. മൻസാറ ഖബരി, എനിക്ക് മദീനത്തുവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ഖബർ റസൂലുള്ളാഹിന്റെ ഖബർ സങ്കല്പിച്ചിട്ട് വര വരച്ച് അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത വലിയ മഹാന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ജദ്ബിന്റെ ഹാലിൽ ചെയ്യാന്നല്ല, നമുക്കിപ്പോ ഒരു തെളിവെടുത്ത ഒരു ഖസ്മിന്റെ മുന്നിൽ പറയാൻ പറ്റുന്ന ഒന്നായിട്ട് നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ച് ഇതിനെ എടുത്ത് കളയരുത്. ആശിഖീങ്ങൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഇത്തുമഅന്നയാണ്, അതിനെ ഇത്തുമഅന്ന ആക്കിയതാണ്. അങ്ങനെ ലഫ്ളിന്റെ ഭാഗത്തൊക്കെ അഖിലുൽ ലുഗത്ത് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്തലഫ അഖിലുൽ ലുഗത്ത് ഫീ വഖീല അന്ന ഇത്തുമഅന്ന ഇന്ന ഇത്തുമഅന്നക ഇമാറിനെയാണ്, തുമ്മ ഹുമ്മിസയാണ്, പിന്നെ മഹമൂദാക്കപ്പെട്ടതാണ്. വഖീല കാനത്തിൽ നംസത്ത് മുത്തഖദ്ദിമത്തൻ അലൽ മീമിയാണ്. ഇത്തുമഅന്നല്ല ഇത്അമന്നാണ്. ഇങ്ങനെയൊക്കെ അതിനെ മറിച്ചുകൂടെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്മിഇനാനുൽ ഖൽബ് വൽ മശ്ഹൂർ അന്ന ദിക്റ അലാ ളാഹിരിഹി, ദിക്റുമേ തന്നെ നിർത്തട്ടെ. വത്മിഇനാനുൽ ഖൽബി ബിഹി ലിസ്തിനാസിഹി ബിഹി, അതുകൊണ്ട് നേരം പോക്കാക്കലുണ്ട്. തത്മഇന്നു എന്നുള്ളത് മുദാരിഇന്റെ പദമിട്ട് പറഞ്ഞത് ഇസ്തിംറാർ തജദ്ദുദിന്റെ മേലും ദവാമുദ് ദിക്റിന്റെ മേലൊക്കെ അറിയിക്കാനാണ്. അല്ല, ദിക്ർ കൊണ്ട് ഖുർആനാണെന്ന് പറഞ്ഞവരുണ്ട്, ഖുദ്സിയായ ഹദീസാണെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെ ഒരുപാട് മാനങ്ങൾ അതിന് പറഞ്ഞവരുണ്ട്. ഫസ്ലുൻ അൽ ഫസ്ലു ത്സാനി ഫീ വസ്ഫിഹി സല്ലല്ലാഹു അലൈഹി ഫീ വസ്ഫിഹി തആല ലഹു ബിശ്ശഹാദത്ത്, അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന് ഷഹാദത്ത് കൊണ്ട് സാക്ഷി കൊണ്ട് പറഞ്ഞതിൽ പറയുന്ന പാഠം. അപ്പൊ ആദ്യം റസൂലുള്ളാഹിന്റെ ദാത്തൊക്കെ ഒന്ന് നമുക്ക് വിശദീകരിച്ചു തന്നു. അത് നമ്മൾക്ക് കിട്ടിയത് അങ്ങനല്ല. വമാ യതഅല്ലഖു ബിഹാ, ഇവകളോട് ഷഹാദത്തിനോട് ബന്ധിച്ചതും മിന സനാഇ വൽ കറാമത്തിനാൽ
അപ്പൊ ആദ്യം പറഞ്ഞതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ റസൂലുള്ളാഹിന്റെ ദാത്തിനോട് ബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ദാത്തിയാണ്, ഇത് വസ്ഫിയാണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ 2 ഫസലിട്ടതിന് എന്ത് ചെയ്യില്ല, അത് ഇഷ്കാലൊന്നും ആക്കാൻ നടക്കണ്ട എന്ന്. ഷഹാദത്ത് മുശാഹദ എന്ന് പറഞ്ഞാൽ മുആയനത്ത്, കണ്ണുകൊണ്ട് കാണുക എന്നാണ് അതിന്റെ മാന. ഷഹിദ അലാ കഥ എന്ന് പറയും, കണ്ടിട്ട് അത് പറയുക എന്ന്. ഇപ്പൊ ഒന്നാമത്തെ ഫസ്ല് കൊണ്ടുള്ള മഖ്സൂദും ബിദ്ദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സനാഅ് ചെയ്തു. സനാഉല്ലാഹി മദ്ഹുഹു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തു. എങ്ങനെ? ബി കൗനി അൻഫസൻ നാസി ദാത്തൻ, ദാത്തിനാലും വഹസബൻ തറവാടിത്തത്തിനാലും വനസബൻ സ്ഥാനമാനത്തിനാലുമെല്ലാം. വകാനു ഖൈറൻ വറഹ്മത്തൻ ആമ്മത്തൻ ഫി ഹയാത്തിഹി വമമാത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്ത് മമാത്ത് ഭേദമന്യേ റഹ്മത്താണ്. അള്ളാഹുന്റെ റസൂല് പ്രത്യേകം മുനവ്വിറാൻ, വകൗനുഹു നൂറൻ മഹ്ളൻ മുനവ്വിറുൻ ലിൽ ആലം എന്നൊക്കെ പറഞ്ഞു. അതേ പ്രകാരം തന്നെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാലമായ ഹൃദയമുള്ള ആളാണെന്നും ഹൃദയം തുറന്ന ആളാണെന്നും അവിടുത്തെ ഖദറും അവിടുത്തെ പേരും അള്ളാഹുവിന്റെ പേരിനോട് യോജിപ്പിച്ചതും ഒക്കെ പറഞ്ഞു. സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഹിദാക്കി അല്ലാഹു അലാ ഉമ്മത്തിഹി, തങ്ങളുടെ ഉമ്മത്തിന്റെ മേലും വസാഇരിൽ ഉമ്മമി, മറ്റുള്ള ഉമ്മത്തുകളുടെ മേലും വഅംബിയാഇഹി, ആ ഉമ്മത്തിന്റെ അമ്പിയാക്കളുടെ മേലും. അപ്പൊ അവിടെ പറഞ്ഞതും ബിത്തബഈ ഇവിടെ വരും, ഇസ്തിറാദൻ നിലയിൽ വരും, ബിദാത്ത് നിലയിൽ വരികയില്ല. അപ്പൊ 2 മുഗായറത്തുണ്ടെന്നതിന്റെ മേലെ തക്റാറും ഇല്ല, ഉമൂമും ഇല്ല, ഖുസൂസും ഇല്ല. ആദ്യം പറഞ്ഞതിനോട് തുടർന്ന് വരുന്നെങ്കിലും എന്തല്ല, ആദ്യം പറഞ്ഞ ഉമൂമല്ല, ഇത് ഖാസുമല്ല, അങ്ങനെയൊന്നും വെച്ചോളല്ല, 2 2 എന്ന രീതിയിലാണ്. ഖാലല്ലാഹു തആല യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദ, തങ്ങളെ നാം പണ്ട് തന്നെ അയച്ചത് ഷാഹിദായിട്ടാണ്. ഷാഹിദിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു മുശാഹദയാണെന്ന്. മുശാഹദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുആയനയാണെന്ന്, കണ്ണുകൊണ്ട് കാണുക എന്ന്. മുശാഹദ ഈ സൂഫിയാക്കൾ ഇങ്ങനെ കുറെ വർത്താനങ്ങൾ പറഞ്ഞിട്ട്, കള്ളസൂഫികള് മുശാഹദ മുആയന എന്ന് പറഞ്ഞ കുറെ വർത്താനമൊക്കെ പറയും. ഒന്നിന് ധൈര്യം അറിയില്ല, ഒന്നും അറിയില്ല, അങ്ങനെ വെളിവെട്ടു എന്നൊക്കെ പറഞ്ഞ് നടക്കുക ഹൈബാമാരൊക്കെ. മുശാഹദ ഷഹാദത്തിൽ നിന്നും പിടിച്ചതാണ്, ഷഹാദത്താണ് മുസ്തഖ് മിൻഹു. ഷഹാദത്ത് മുശാഹദയിൽ നിന്നും മുസ്തഖാണ്. ഷഹാദത്ത് എന്താ? മുസ്തഖത്തും മിനൽ മുശാഹദ വഹിയ അൽ മുആയന വൽ മുറാദു ബിഹ. ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അൽ ഖബറുൽ ഖാത്തിഉ, മുറിച്ചറിഞ്ഞ ഹദീസുകളാണ് എന്ന്. മുശാഹദയോട് തഅല്ലുഖാകുന്നതും മിന സനായി വൽ കറാമത്തി. കറാമത്തി എന്ന് പറഞ്ഞാൽ ഇക്റാമിന്റെ മാനക്കാണ്. ഇസ്മു മസ്ദറാകും ബിമാനൽ ഹാസിലി ബിൽ മസ്ദരി, മസ്ദർ കൊണ്ട് ഹാസിലാകുന്ന മാനയ്ക്ക്. ഏതാ മസ്ദർ? ഇക്റാമാണ്. അന്നൽ മഖ്സൂദ ഫിൽ ഫസ്ലിൽ അവ്വൽ, ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക, തങ്ങളെയാണ് നമ്മൾ അയച്ചത് ഷാഹിദായിട്ട്. നാം ആണ് അയച്ചത്, തങ്ങളെയാണ് അയച്ചത്, ഷാഹിദായിട്ടാണ് അയച്ചത്. ഷാഹിദൻ എന്ന് പറയുമ്പോൾ കാണണ്ടേ തങ്ങൾ, അതുകൊണ്ട് തങ്ങളെല്ലാം കണ്ടു എന്നാ. റഹ്മത്തുൽ ലിൽ ആലമീൻ ആകുമ്പോൾ തങ്ങൾ ആദ്യം വരണമല്ലോ. ആലം എന്ന് പറയുന്ന സംഗതി എന്നുണ്ടാവണം, അതിനു മുമ്പ് ഉണ്ടാവണം റസൂലുള്ളാഹ്, എന്നാലേ റഹ്മത്താവുള്ളൂ. റഹ്മത്തുൽ ലിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന കണക്കന്നെ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഓ, തമ്മിൽ എന്തൊരു ബന്ധം, അഭേദ്യമായ ബന്ധം. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പറഞ്ഞാൽ അള്ളാഹു ഓടി വരും, അള്ളാഹിനെ പറഞ്ഞാൽ റസൂൽ ഓടി വരും. മുത്തലാസിം ബയ്യിനും ലാസിം ബയ്യിൻ ബിൽ മാനൽ അഖസ്സാണ് അതെല്ലാം.